നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമർ ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് വിളിക്കാല്ലേ. എനിക്ക് തോന്നുന്നു മാസ്റ്റർക്ക് പാട്ടുകൾ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം പാട്ടുകളിലൂടെയാണല്ലോ ജീവിതം. എന്നോട് സൺ നല്ല സിംഗറാണ്. അത് ശരി, നല്ല പാടും. ഓ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു മകൻ നന്നായി പാടുന്നോണ്ട് തന്നെ പാട്ടുകൾ കേൾക്കാനും പാട്ടുകാരികളെ കാണാനും ഒക്കെ ഇഷ്ടമായിരിക്കും. നമുക്ക് ഇന്ന് ഒരു പാട്ടുകാരിയെ തന്നെ വിളിച്ചാലോ അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം നവ്യ രാജേന്ദ്രൻ. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. 12 വർഷമായിട്ട് ഇങ്ങനെ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഗുരു? ആയങ്കുടി മണിസാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. മണിസാർ, ഈ പാട്ടിനോട് ഒരു ഇഷ്ടം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? വീട്ടിൽ ആരെങ്കിലും പാടുവോ? കാരണം അച്ഛനാണ് ചേർക്കുന്നത്. എനിക്ക് ഡാൻസ് ആയിരുന്നു ഇഷ്ടം. ഡാൻസ് ആയിരുന്നു ഇഷ്ടം. അങ്ങനെ ഡാൻസിനാണ് ആദ്യമായിട്ട് കൊണ്ട് വിടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയുണ്ട്, ചേച്ചിയെ പാട്ടിനും വിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാക്കാന്ന് പറഞ്ഞിട്ട് രണ്ടിനും കൂടെ അങ്ങ് ചേർത്തു. അത് കഴിഞ്ഞ് പതുക്കെ പിന്നെ പാട്ടിലേക്ക് മാത്രമായി തുടങ്ങി. ഈ പാട്ടിന്റെ അരങ്ങേറ്റം ഏത് വയസ്സിലാണ് നടന്നത്? പാട്ടിന്റെ അരങ്ങേറ്റം 6ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ്. 6ാം ക്ലാസ്സിൽ വെച്ച് നടന്നു. ഇപ്പൊ ഒരുപാട് ഗാനമേളയിലേക്ക് പോകുന്നുണ്ടെന്ന് കേട്ടു. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോട്ടയത്താണ്. ഇപ്പൊ ഞാൻ ഫൈനൽ ഇയർ ആണ്. ഡിഗ്രി ഫൈനൽ ഇയർ ആണ് ബോട്ടണി ആൻഡ് ഫുഡ് മൈക്രോബയോളജി. അപ്പൊ അത് കാരണം ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് പാട്ടിനിപ്പോ. കാരണം പോയി വരുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ ബ്രേക്ക്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ ഇയർ ആണ്. ഇനിയിപ്പോ ഒരു 5-6 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യം. അപ്പൊ ഇപ്പൊ കോളേജിൽ ഒരു വാനമ്പാടിയാണ്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നവ്യയുടെ ഒരു പാട്ടുണ്ടാവും. തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർ. കോളേജിൽ സ്ഥിരമായിട്ട് പാടുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ, അതേത് പാട്ടാ? പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആര് ചോദിച്ചാലും ഞാൻ മിക്കപ്പോഴും അത് തന്നെയാണ് പാടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഒരു പാട്ട് പേഴ്സണൽ ഫേവറേറ്റ് ആയുള്ള പാട്ട് ഒരു 4 വരി നമുക്ക് വേണ്ടിയിട്ട് ഇരുന്നിട്ട് പാടാൻ റെഡി? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാലമായി, നിൻ രാഗമോ ഭൂപാളമായി, ഇൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിൽ. മാസ്റ്റർ എപ്പോഴും ഇവിടെ വന്നിട്ട് അമൃതയിൽ വന്നിട്ട് ഡാൻസിനാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നത്. പാട്ടിന് ജഡ്ജ് ചെയ്യണമെങ്കിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? 10. വിദ്യുത്തിന്റെ പാട്ടിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന? ഇല്ല, വിദ്യുത് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് 3 years മൈ സൺ. എത്ര വർഷം? 12 years. what a difference അല്ലേ? അതെ. ഈ വിദ്യുത് മലയാളം പാട്ടൊക്കെ പാടും? അതെയോ? മലയാളം പാട്ട് പാടും, ഹിന്ദി நிறைய സോങ്സ് പാടും. and it's a very favorite song. വിശ്വാസത്തിൽ இந்த പാട്ട് ഉണ്ടല്ലോ, അമ്മ കണ്ണാനക്കണ്ണേ. എവിടെ പോയാലും സ്കൂളുക്ക് പോയാലും പ്രിൻസിപ്പൽ എല്ലാരും വിദ്യുത് അത് പാടാൻ പറയും. ആൻഡ് ഇപ്പൊ റീസെന്റാ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ അവാർഡ് കിട്ടി ഒരു ചാനലില്. അപ്പൊ ഒരു സർപ്രൈസ് കാണിച്ചു. ദിടീർന്ന് വന്ന് വിദ്യുത് വന്ന് വലിമയിലെ ഒരു അമ്മ സോങ് ഉണ്ടല്ലോ, നല്ല സോങ്. അത് കാണുമ്പോൾ ഹോൾ ഓഡിയൻസ് കറഞ്ഞു. ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് വെരി സ്മോൾ സോങ്. മനസ്സിലായി. ഇനി നമുക്ക് ഫാമിലിയോട് ചോദിക്കാം അല്ലേ, നവ്യയെ കുറിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ ആരൊക്കെയാണ് ഇത്? നവ്യയുടെ അച്ഛനാണ് രാജേന്ദ്രൻ ചേട്ടൻ. എന്ത് ചെയ്യണു? ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് വർക്ക് ചെയ്യാണ്. നിങ്ങൾ പച്ചയിട്ട് വന്നത് ഒരുമിച്ച് TV ഷോ ആയതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ഡ്രസ് അറിയാതെ സംഭവിച്ചതാ. ഈ കപ്പിൾസ് ആയ അങ്ങനെയാണല്ലോ, ഒരു മനപ്പൊരുത്തം ഉണ്ടാവും. അറിയാതെ ആണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ശരി, അപ്പോ ഇനിയിപ്പോ അമ്മയെ പരിചയപ്പെടാം. അമ്മയുടെ പേര് രശ്മി. കേരള ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഈ നവ്യ എങ്ങനെയാണ് വീട്ടില്? നവ്യ നല്ല കുട്ടിയാണ്. ഇനി നമുക്ക് ഇതാരാണ്? ബ്രദർ ഇൻ ലോ. അതെ, സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ്. മനസ്സിലായി. പേര് ഗണേഷ് ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു സ്ഥലത്ത് വെച്ച് കാണാം.